ഇത് ഫുള്ള് ഞാൻ തന്നെ ചുമന്നോണ്ട് പോകണം. ഇത് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മൾ അനുഭവിച്ചല്ല പറ്റത്തുള്ളൂ. ഈ വെയിലൊന്നും ഒരു ഇത് പണിയായിട്ടോ കേട്ടോ. ഇനി എന്നെ കൊണ്ട് പറ്റിയല്ലോ കേട്ടോ. ഇത് ചുമന്ന് തലയുടെ ഇടപാട് തീർന്നു. ഇത്ര മണ്ണ് മേളി പോകണ്ടായോ? ഇതിന് എന്ത് ചെയ്യും? എന്ത് കേട്ടോ പരിപാടി? ഇത് നമുക്ക് കുറച്ച് കൃഷി എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. ഈ മണ്ണ് മൊത്തം ചുമന്നുകൊണ്ടില്ല, മേളിൽ കൊണ്ട് ഇട്ട് തല മൊത്തം ആകെ ഇതായിട്ടിരിക്കും. എന്തെങ്കിലും ഞാൻ കുറെ നേരം കൊണ്ട് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കഷ്ടപ്പാട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. എന്ത് സംഭവം? അടിപൊളി ഒരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾക്ക് മാത്രമല്ല, കൂലിപ്പണിക്കാർക്ക് മാത്രമല്ല, അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടതിന് അത്രയും പണിയില്ല. ഇല്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്റെ പേര് അശ്വിൻ. സ്ഥലം എവിടെ? ഇത് അമ്പലപ്പുറം കൊട്ടാരക്കര. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം. ഓക്കെ. അപ്പൊ ബ്രോ, ഇതിന് എന്തൊക്കെയാണ് വേണ്ടത്? അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് പൈപ്പും കുറച്ച് ടീയും കുറച്ച് എല്ലും മാത്രം മതി. ചുമ്മാ ഇത്രയും ഈ സംഭവം മതി. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണി എന്തായാലും തുടങ്ങാം. അപ്പൊ അതിങ്ങനെ അളവിൽ മുറിക്കുവാണ്. ഇത് എന്തൊക്കെയാന്ന് ഇപ്പൊ കാണിച്ചു തരാട്ടോ. വെക്കുമ്പോ അറിയാൻ പറ്റും. അപ്പൊ അതെ ഇങ്ങനെയല്ലേ ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിനി ഇതേ അളവിന് ഓർണം കൂടി വേണം. ഓക്കെ. എൽബോ എത്രേന്റെ? ഇത് 40 mm. 40 mm എൽബോ. സ്റ്റാറിന്റെ എൽബോ. അത് നമുക്ക് നമുക്ക് വെയിറ്റ് ഒക്കെ കയറ്റാൻ പറ്റും. നല്ല സ്ട്രോങ് സാധനം. സ്റ്റാറിന്റെ കട്ടിയുള്ള എൽബോ ആണ് എല്ലാം മേടിച്ചത്. പിന്നെ വേണ്ടത് പശയല്ലയോ? പശ വേണം ഒട്ടിക്കാനായിട്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മതി. ഇത്രയും മതി. ഇപ്പൊ എന്താ വന്ന കണ്ടോട്ടോ. ഇത്രയും മതി സംഭവം. ഇത്രയും മതി. ഓക്കെ. ഒരെണ്ണം കയറ്റിയല്ലേ? ഒരെണ്ണം ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് പശ ഒഴിച്ചാൽ മതി. ഓക്കെ, മതി. വെച്ചത് ഇത് നോക്കിയേ. ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആ ഒരു രീതിക്കാട്ടോ വെച്ചേക്കുന്ന. അടുത്ത അതേപോലെ തന്നെ വെച്ച് ഇങ്ങനെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ ഷേപ്പ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് താഴോട്ട് ഇവിടുന്ന് താഴോട്ട്. അടുത്തത് ഇത് ഇങ്ങോട്ട് കയറ്റി അല്ലേ? ഇത് ഇങ്ങോട്ട് കയറ്റി വെച്ച് നമ്മൾ താഴെ കണ്ടു. മേളത്തത് ഇങ്ങനെ ആയി. ഇപ്പൊ ഷേപ്പ് കണ്ടല്ലോ. ഇനി 2 ഗ്യാപ്പ് കിടപ്പുണ്ട്. അവിടെയും കൂടി ഇപ്പൊ ഫില്ലാവും. അതെ. ഇനി എന്താ ബ്രോ? ഇതിനനുസരിച്ചുള്ള പീസ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല ബലവാ. അതെ. പശയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇനി അടുത്ത പണി ഏകദേശം ഇവിടം വരെയായി. ബാക്കി പീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ആരാ? ഇത് നമ്മുടെ എന്റെ മാമന്റെ മോനാ. പേര് സുധി. സുധിയും കൂടി ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണം? ഇനി നമ്മുടെ താഴോട്ടുള്ള പോർഷൻ, ഈ ബാക്കിലോട്ടുള്ള. ഇനി നമുക്ക് ഇങ്ങോട്ടും വേണം കൈ ഹാൻഡ് പിടിക്കാനൊക്കെ പിടിക്കാനുള്ളത്. അതാ ആ പോർഷൻ ഏതാണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, സൂക്ഷിച്ചു നോക്കിയോ. ഇതാ മോൾ വശം വരുന്നത്. ഇതാ നമ്മുടെ ഏകദേശം ഇങ്ങനെയല്ലേ? ഇത് മോൾ വശം വരും. ഇനി നമ്മൾ ഇതും കൂടെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അപ്പൊ അടിഭാഗം വെക്കുവാണ് ലാസ്റ്റ് അല്ലേ? ഏറ്റവും അടിഭാഗത്ത് കയറ്റി വെക്കുവാണ്. നോക്കിക്കോട്ടെ, ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കോ. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണം? ഇനി നമുക്ക് കൈ പിടിക്കാൻ സംഭവം സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മേത്തോട്ടൊന്ന് വെച്ച് തരാമോ? ഇങ്ങനെ വെച്ചാൽ സംഭവം സിമ്പിളാ. ഇങ്ങനെ ഇനി നമുക്ക് ഇവിടെ ഒരു ബെൽറ്റും കൂടെ വരും. അപ്പൊ എനിക്ക് വെച്ച് തരുമല്ലേ? തുടങ്ങിയാൽ നമുക്ക്. ഓക്കെ. നമ്മുടെ ബെൽറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെച്ചോട്ടെ, പരിപാടി ആരംഭിക്കാൻ പോവാ. അപ്പൊ പണി തുടങ്ങാൻ പോവാണ്. ബെൽറ്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റൂലയോ? ബെൽറ്റ് അങ്ങനെ ടൈറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അടിപൊളി. പിടിക്കണ്ട, ഫ്രീ ആയിട്ട് പോവാം. ഇനി മണ്ണെടുക്കാം. മൺപട്ടി സാധനമൊക്കെ എടുത്തോ. അടിപൊളിയായിട്ട് നമ്മൾ പോവാണ്. ഇനി ഇപ്പൊ കണ്ടോണം, ഇനി മുടിയും പോകത്തില്ല, തലവേദനയൊന്നും പറയത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെട്ടിയിട്ട് നോക്കാം. നേരെ വെക്കുവാണ്. വെയിറ്റ് ഉണ്ടോ? ഇല്ല, നമുക്ക് തോന്നുന്നില്ല. കൈ പിടിക്കണ്ട. കണ്ടോ എന്ത് സുഖം പരിപാടിയാന്ന് നോക്കിയേ. സുഖം പരിപാടി. ഇതുമേ വേണേ പിടിക്കാല്ലേ? നമുക്ക് തന്നെ എടുത്ത് വേണം ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. എടുത്ത് നമുക്ക് തന്നെ എടുത്ത് ഇങ്ങനെ ഇട്ടേക്കാം. പണി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രമല്ല, ഇത് കൂടാതെ നമുക്ക് ഇതുകൊണ്ട് ഇനിയും പ്രയോജനങ്ങൾ, ഇനി പണിയുണ്ട്, ഇനിയും പരിപാടി തീർന്നിട്ടില്ല. ഇതുകൊണ്ട് തീർന്നിട്ടില്ല, ഇനിയും പരിപാടിയുണ്ട്. അതും കൂടി കാണാം. അപ്പൊ ഇതെങ്ങനെ ഒന്ന് കാണിച്ചേ. നമുക്കിനി നമ്മുടെ സേഫ്റ്റി ക്ലിപ്പ് ഇത് കണ്ടോ കഴിച്ചിട്ട് നമ്മൾ ഇത് ഊരണം. ഇത് നമ്മൾ ഇവിടുന്ന് അത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. നേരെ ഇങ്ങനെ അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക.
നേരെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് സാധനം വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ നോക്കി നമുക്ക് ഇതേപോലെ ബെൽറ്റ് ഇവിടെ തന്നെ ഇടും. സേഫ്റ്റി ബെൽറ്റ് ഇങ്ങനെ ഇടാം, ബെൽറ്റ് ഇവിടെ ഇടുക, തിരിച്ചിടാം. ചട്ടി തലയിൽ വെച്ചോണ്ടാ പോയത്. ഇത് ബായ്ക്കാണ്. ഇത് പൊക്കി വെക്കട്ടെ. മൊത്തം പണി എടുപ്പിക്കും അല്ലേ എന്തായാലും. ഇത് തന്നെ പണിയെടുപ്പിച്ച വെച്ചാ പൊക്കോട്ടെ. വെച്ചത് അറിഞ്ഞില്ല. ഇല്ല, ചെറിയ വെച്ചുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇത് രണ്ടാമത്തെ ഉപയോഗമായി. ഇനി എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? ഇനിയുണ്ട്. ഇപ്പൊ 2 ഉപയോഗം കണ്ടു, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. കുറച്ച് PVC പൈപ്പും പശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഉപയോഗങ്ങളാണ്. നമുക്ക് തലവേദന ഇല്ല. അടുത്ത് കാണാം, അടുത്ത കാണാം. ദേ ഇനി എന്താണ് അടുത്ത്? നമ്മൾ സാധനം എടുത്തു. ഇതിപ്പോ 3ാമത്തെ ഉപയോഗമാണ് കേട്ടോ. ഇത് ഊരണം അല്ലേ? വേറൊരു PVC പൈപ്പ് എടുത്തിട്ട് ഇത് നമ്മുടെ ബൈക്കിന്റെ ഒക്കെ ബയറിംഗ് കറങ്ങുന്നതാ. അത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണ്ട. ഇത് ഫ്രീ ആയിട്ടാലും കിട്ടുന്നേ. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുക. നമുക്ക് ഇനി എന്നിട്ട് ഒരു ടാഗ് എടുക്കുക. നല്ല രീതിയിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തു. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നേ? അപ്പൊ അതെ 3ാമത്തെ ഉപയോഗം കാണിക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചല്ലേ ബ്രോ? തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഗ്യാസ് കുറ്റിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ ഒരു വീട്ടിലേക്കുള്ള പിന്നെ നമ്മുടെ തോട്ടത്തിലേക്കാണെങ്കിലും വീട്ടിലേക്കായാലും എല്ലാ ഉപയോഗമുള്ള 3 ഉപയോഗങ്ങളായി. എന്തായാലും അടിപൊളി കേട്ടോ, സൂപ്പർ അടിപൊളി. അപ്പൊ ഇത് എല്ലാവരും ചെയ്തു നോക്കുക. നിസ്സാര കാര്യങ്ങളാണ്. ഇതാണ് അതിന്റെ ഷേപ്പ്, മൊത്തത്തിലുള്ള ഷേപ്പ് നോക്കിയോ. അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള രീതിയിൽ തന്നെ ഫുൾ കട്ട് ചെയ്ത് റെഡിയാക്കി കാണിച്ചിട്ടുണ്ട്.